പുറത്തൂർ പടിഞ്ഞാറേക്കരയിൽ ഭാര്യയെ അതിനിഷ്ഠുരമായി കൊലപ്പെടുത്തി മുങ്ങിയ പ്രതി ഹുസൈൻ അറസ്റ്റിൽ. പരപ്പനങ്ങാടിയിൽ നിന്ന് തിരൂരിലേക്ക് വരുന്നതിനിടെ ബസ് വളഞ്ഞാണ് തിരൂർ SHO ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഹുസൈനെ പിടികൂടിയത്. സംഭവശേഷം കണ്ണൂരിലേക്ക് രക്ഷപ്പെട്ട ഹുസൈൻ നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അറസ്റ്റിലായത്. ബസ് ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഭർത്താവിന്റെ കരങ്ങളാൽ ഫൗസി കൊല്ലപ്പെട്ടത് അതിനിഷ്ഠൂരമായ രീതിയിലാണ്. കഴുത്തിൽ കയർ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വയർ കുത്തിക്കീറി ചാക്കിലാക്കിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രതിയെ DYSP AM സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഫൗസിയയുടെ മൃതദേഹം ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇൻക്വസ്റ്റിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ സൂചനകളാണ് ലഭ്യമായിട്ടുള്ളത്. കൊലപാതകം ആസൂത്രിതമായിരുന്നു. ഫൗസിയെ വകവരുത്താൻ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനനുസരിച്ച് ഒരുക്കങ്ങൾ ഹുസൈൻ നടത്തിയതായും കരുതുന്നു. ചാകര മാറാനെന്ന് പറഞ്ഞ് ഫൗസിയെ കടപ്പുറത്തേക്ക് കൊണ്ടുപോയ ശേഷം കടപ്പുറത്ത് വെച്ച് കയർ കഴുത്തിൽ മുറുക്കിയാണ് കൊല നടത്തിയത്. ആഴത്തിൽ കയർ കഴുത്തിൽ മുറുക്കിയ നിലയിലായതിനാൽ മൃതദേഹത്തിൽ നിന്ന് കയർ അഴിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല. വയർ കുത്തിക്കീറിയ ശേഷം ചാക്കിലാക്കി നടന്നെത്തിയാണ് പുഴയിൽ തള്ളിയിട്ടുള്ളത്. മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ മത്സ്യബന്ധന വള്ളങ്ങൾ ഉപയോഗിക്കുന്ന നങ്കൂരം ചേർത്ത് കെട്ടിയാണ് പുഴയിൽ താഴ്ത്തിയിട്ടുള്ളത്. പുഴയിൽ ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നങ്കൂരമിട്ടിരുന്ന വള്ളത്തിന്റെ നങ്കൂരത്തിൽ ചാക്ക് കെട്ടാൻ ഉപയോഗിച്ച കയർ കൊളുത്തിയതോടെയാണ് ചാക്ക് പൊങ്ങി വന്നത്. അല്ലെങ്കിൽ ചാക്ക് മണ്ണടിഞ്ഞു പോകുമായിരുന്നു. തിരൂർ പൊന്നാനിപ്പുഴയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. ചാകരവാരാൻ കടപ്പുറത്തേക്ക് എന്ന് പറഞ്ഞ് വ്യാഴാഴ്ച പുലർച്ചെ ഫൗസിയെ പിടിച്ചിറക്കി കൊണ്ടുപോയാണ് ഹുസൈൻ കൊല നടത്തിയത്. ഫൗസിയെ കൊണ്ടുപോയത് എങ്ങോട്ടേക്കെന്നതിൽ സംശയങ്ങളേറെ ഉയർന്നിരുന്നു. ഫൗസിയെ കാണാതായത് മുതൽ ലഹരിക്കടിമയും വീട്ടിൽ കലഹക്കാരനുമായ ഹുസൈൻ ഫൗസിയെ ഇല്ലാതാക്കുമെന്ന ആശങ്ക നാട്ടുകാരിലും ബന്ധുക്കളിലും ഉയർന്നിരുന്നു. രാത്രി മകളോടൊപ്പം ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് ഫൗസിയെ ഹുസൈൻ പിടിച്ചിറക്കി കൊണ്ടുപോയിട്ടുള്ളത്. തലേന്ന് പോലും ഫൗസിയെ മർദ്ദിക്കുകയും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നതായി മക്കൾ പോലീസിൽ മൊഴി നൽകി. ലഹരി ഉപയോഗിച്ചെത്തി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഫൗസിയെ മർദ്ദിക്കുന്നതും പതിവായിരുന്നത്രേ. നിരന്തരം ശാരീരിക പീഡനത്തിന് ഇരയാക്കുന്നതിനാൽ 37-കാരിയായ ഫൗസിയ സന്തോഷപൂർവ്വം ഹുസൈനോടൊപ്പം പോകില്ലെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഫൗസിയെ കൂട്ടി ഹുസൈൻ വീട്ടിൽ നിന്ന് പോയിട്ടുള്ളത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഫൗസിയെ വിളിച്ചുണർത്തി നിർബന്ധപൂർവ്വം ഇറക്കിക്കൊണ്ടു പോകുകയായിരുന്നു എന്നാണ് മക്കൾ പോലീസിൽ മൊഴി നൽകിയത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകളും ഐസ് കമ്പനിയിൽ ജോലിക്ക് പോകുന്ന മകനുമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. ഫൗസിയ രാവിലെ അയൽ വീടുകളിൽ ജോലികൾക്കും ഹുസൈൻ കടലിലും പോകുന്നത് പതിവായതിനാൽ വ്യാഴാഴ്ച രാവിലെ മക്കൾ ഇവരെ അന്വേഷിച്ചതില്ല. ഇരുവരും ജോലിക്ക് പോയതാകുമെന്ന് കരുതി മക്കൾ സ്കൂളിലേക്കും മകൻ ഐസ് കമ്പനിയിലേക്കും പോയി. രാത്രിയിലും രണ്ടുപേരും തിരിച്ചെത്താതിരുന്നതോടെയാണ് സംശയങ്ങൾ ഉയർന്നത്. ഇതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ നാടിനെ നടുക്കിയ കൊലപാതക വിവരം പുറത്തുവരികയും ചെയ്തു. ഹുസൈനെ ചോദ്യം ചെയ്യുന്നതോടെ കൊലയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എഡിറ്റർ ലൈവ്, പുറത്തൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്.
തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.